പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കരുണാകരൻ എന്ന എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസർ മൗനമായും പുഞ്ചിരിച്ചും നിന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വേദനയോ പരിഭവങ്ങളോ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വല്ലാതെ ബഹളം വെച്ചു. പ്രിൻസിപ്പാൾ പോലും വന്നു നോക്കി. അത് അദ്ദേഹത്തിൻ്റെ ശരിക്കും അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രൗഢഭാവത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് ബോർഡിൽ എഴുതി വെച്ചു, എൻ്റെ ക്ലാസ്സിൽ ഇത്രയ്ക്കും കോലാഹലങ്ങൾ ഉണ്ടായ കാരണം എന്താണെന്ന് ഈ ക്ലാസ്സിലെ ആൺകുട്ടികളെല്ലാം ഒരു വെള്ള പേപ്പറിൽ എഴുതി എനിക്ക് എൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ട് തരണം. അതിനുശേഷം അത് വായിച്ച് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അത് തിരുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. 2 ദിവസത്തിനകം നിങ്ങളുടെ മറുപടി, ആൺകുട്ടികളുടെ എല്ലാ മറുപടി എനിക്ക് കിട്ടണം എന്ന് അദ്ദേഹം ബോർഡിൽ എഴുതി തിരിച്ച് ക്ലാസ്സിൽ നിന്നും പോയി. കുട്ടികളെല്ലാം ശാന്തമായി അടുത്ത പീരീഡ് വരികയാണ്. അങ്ങനെ ആ ദിവസത്തിൻ്റെ പീരീഡെല്ലാം കഴിഞ്ഞപ്പോൾ ആൺകുട്ടികളെല്ലാം ആലോചിച്ചു എന്താണ് സാറിന് എഴുതി കൊടുക്കേണ്ടതെന്ന്. ആരുടെ മനസ്സിലും ഒന്നും വന്നില്ല. അതുകൊണ്ട് അവരാരും ഒന്നും എഴുതിയതുമില്ല. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ച ഒന്നും മിണ്ടാതെ സാറ് ക്ലാസ്സിൽ വരാതെ, സാറിൻ്റെ ക്ലാസ് വെറും ശൂന്യമായി തന്നെ കിടന്നു. സാറ് കോളേജിൽ ഉള്ളതുകൊണ്ട് പകരക്കാരായി ആരും നമ്മുടെ ക്ലാസ്സിൽ വന്നില്ല. ആരും ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടാക്കുകയും ചെയ്തില്ല. എല്ലാവരും നിശബ്ദമായി തന്നെ ഇരുന്നു. ഇത് എല്ലാ ദിവസവും പ്യൂണ് വന്ന് നിരീക്ഷിക്കുമായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുന്നു എന്ന്, സാറിൻ്റെ അഭാവത്തിൽ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുന്നോ ബഹളമുണ്ടാക്കുന്നോ എന്ന് വന്ന് നിരീക്ഷിച്ച് പോകുമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഉത്തരവാദിത്വ ബോധം സാറിനെ വല്ലാതെ വിഷമിപ്പിച്ചു. സാറ് മനസ്സിൽ വിചാരിച്ചു, ഈ 2 ആഴ്ച എന്ന് പറയുന്നത് 10 ക്ലാസ് മുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രം ബദ്ധശ്രദ്ധനായി ആകൃഷ്ടനായി നിൽക്കുന്ന ആ സാറിന് വല്ലാത്ത വിഷമം തോന്നിക്കാണും. സാർ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ ലീഡറെ വിളിപ്പിച്ചു. പ്യൂണിനെ അയച്ച് ക്ലാസ്സിലെ ലീഡറെ വിളിപ്പിച്ചു. ക്ലാസ്സിലെ ലീഡർ എന്ന് പറയുന്നൊരു വ്യക്തി ആരാണെന്ന് പറയട്ടെ. എൻ്റെ മനസ്സിൻ്റെ ഓർമ്മയിൽ ഇത്രയും നല്ലൊരു കുട്ടി എനിക്ക് പിന്നീട് ഞാൻ കണ്ടിട്ടേയില്ല. കുട്ടിയുടെ പേര് പത്മനാഭൻ എന്നായിരുന്നു. ശരിക്കും പത്മനാഭം തന്നെയായിരുന്നു ആ കുട്ടി. നല്ല കണ്ടാൽ ആരും ശ്രദ്ധിക്കുന്ന നല്ല മുഖമുള്ള, ചിരിച്ച് സന്തോഷമുള്ള മുഖമുള്ള ഒരു കുട്ടിയായിരുന്നു പത്മനാഭൻ. പത്മനാഭൻ എന്ന് ആരെങ്കിലും പത്മനാഭൻ്റെ പേര് ചോദിച്ചാൽ അതാണ് പത്മനാഭൻ്റെ വിശേഷം. പത്മനാഭൻ്റെ പേര് ആര് ചോദിച്ചാലും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ചിരിക്കുന്ന മുഖത്തോടെ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കവിളിൽ കുത്തിയമർത്തി ഒരു നുണക്കുഴിയുണ്ടാക്കി അവൻ പറയും, ഞാൻ ഈ പത്മനാഭനെന്ന്. അത് കേട്ടാൽ എല്ലാവർക്കും ആ പത്മനാഭനെ, ഈ പത്മനാഭൻ എന്ന കുട്ടിയെ ഒന്ന് സ്നേഹിക്കണം, ഒന്ന് താലോലിക്കണം എന്ന് തോന്നാത്തവരാരും ഉണ്ടാവുകയില്ല. അത്രക്കും മനോഹരമായി ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ചെന്നു മുതൽ ആ ക്ലാസ്സിൽ വരുന്നതുവരെ അവൻ്റെ അച്ഛനും അമ്മയും അവനിലേക്ക് കോരിയിട്ട സ്നേഹം, വാത്സല്യം, ആർദ്രത, കരുണ, അങ്ങനെ എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചിരിയോടുകൂടി ആ ഒരു പേര് പറയുമ്പോൾ എല്ലാവരും പത്മനാഭനെ ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഒരു പട്ടരുകുട്ടിയായിരുന്നു. പട്ടരുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ കുട്ടി. ശരിക്കും നല്ല ചന്ദനത്തെക്കുറിയെല്ലാം ഇട്ട് ക്ലാസ്സിൽ പ്രസന്നവതനായി ഇരിക്കുന്ന കുട്ടി. നമ്മൾ കേട്ടിട്ടില്ലേ, ഹാപ്പിനെസ് ഈസ് ബ്ലിസ്, ടു ഹാവ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ് ഈസ് ബിയോണ്ട് ബ്ലിസ് എന്ന്. സന്തോഷം ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടായാൽ ഉണ്ടാവുന്നവർക്കെല്ലാം അത് ഒരു അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹം നമ്മൾക്കുണ്ടാവുക, അനുഭവിക്കുക എന്നത് അത് ബിയോണ്ട് ബ്ലിസ്, അനുഗ്രഹത്തിന് അപ്പുറത്തും ഉള്ള ഒരു അനുഗ്രഹമാണ്. അത് മൊത്തം കിട്ടിയ ഒരു കുട്ടി തന്നെയായിരുന്നു പത്മനാഭൻ. സാറ് പത്മനാഭനെ ക്ലാസ്സിൽ നിന്നും വിളിപ്പിച്ചു. പത്മനാഭൻ ക്ലാസ്സിൽ സാറിൻ്റെ റൂമിലേക്ക് ചെന്നു. സാർ പറഞ്ഞു, ആരും മറുപടി എനിക്ക് തന്നില്ല.
നീ ക്ലാസ്സിലെ ലീഡറാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് ഒരു മറുപടി നീ എനിക്ക് തരണം. ഇന്ന് വൈകുന്നേരം തന്നെ തന്നിരിക്കണം. കാരണം എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുക എന്ന ജോലിക്കാണ് ശമ്പളം തരുന്നത്. നിങ്ങളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കി എല്ലാവരെയും നല്ല പ്രബുദ്ധരാക്കാൻ, ഇംഗ്ലീഷിൽ പ്രബുദ്ധരാക്കാനാണ് ഞാൻ ശമ്പളം പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് നഷ്ടമായി പോകുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പത്മനാഭൻ എന്തായാലും ഇതിന് ഒരു മറുപടി ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു. പത്മനാഭൻ ക്ലാസ്സിൻ്റെ ആ ഒരു ഉപദേശവും ആവശ്യവും ശിരസ വഹിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു. എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പത്മനാഭൻ ക്ലാസ്സിലേക്ക് കയറി എല്ലാവരോടുമായി സാറ് പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ ആൺകുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, പത്മനാഭൻ എന്തഭിപ്രായം എഴുതി സാറിന് സമർപ്പിച്ചാലും ഏത് പ്രശ്നം വന്നാലും എങ്ങനെ തരണം ചെയ്യേണ്ടി വന്നാലും ഞങ്ങളെല്ലാം പത്മനാഭൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്കാർക്കും ഒരു മറുപടി തരാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി എന്നൊരു ബോധമുണ്ട്. പത്മനാഭൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു മറുപടി സാറിന് നൽകിയാൽ മതിയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു. പെൺകുട്ടികളാരും ഒന്നും പറഞ്ഞില്ല. കാരണം പെൺകുട്ടികളിലേക്ക് ഒരു ശിക്ഷയും സാറ് തന്നിട്ടില്ലായിരുന്നു, കരുണാകരൻ സാറ് ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പത്മനാഭൻ എഴുതി. പത്മനാഭൻ പിറ്റേ വൈകുന്നേരം തന്നെ സാറിന് മറുപടി കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ പത്മനാഭൻ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ 4 വരി ശ്ലോകം എഴുതി. 4 ശ്ലോകം എഴുതി അതിൻ്റെ അർത്ഥവും ഭംഗിയായി എഴുതി സാറിന് സമർപ്പിച്ചു. പത്മനാഭൻ എഴുതിയ ശ്ലോകം സാറ് വായിച്ചു നോക്കിയപ്പോൾ സാറിനൊന്നും മനസ്സിലായില്ല. ആരെഴുതിയതാണെന്നോ എന്തിനെഴുതിയതാണെന്നോ എന്ന് സാറിന് മനസ്സിലായി കാണില്ല. എന്നാലും സാറ് അത് വായിച്ചു, അതിൻ്റെ അർത്ഥവും വായിച്ചു. എഴുതിയത് എന്താണെന്ന് പറയട്ടെ. നാവിന്നെഴും നരകക്കുഴിയിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കരകേറ്റിടേണം. ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്ന നിൻ മഹിമ ആരറിയുന്നു ശംഭോ. ശിവഭഗവാനുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത് ആരെഴുതിയതെന്നോ എങ്ങനെ എഴുതിയതെന്നോ ഒന്നും പത്മനാഭൻ ആ പേപ്പറിൽ എഴുതിയില്ല. അതിൻ്റെ അർത്ഥം എഴുതി. അതായത് നാവ് എന്ന ഒരു വസ്തുവിൻ്റെ രുചി അറിയാനുള്ള വ്യഗ്രതയിൽ നാവിങ്ങനെ അലഞ്ഞ് നടന്ന് വല്ലാത്ത ഒരു ജീവൻ നരകക്കുഴിയിൽ ആയിരിക്കുന്നു. രുചി എന്ന ഭാവത്തെ തേടി നടന്ന് അതറിയാനുള്ള വ്യഗ്രതയോടെ അലഞ്ഞ് നടന്ന് എൻ്റെ ജീവിതം, ഈ നാവ് നരകക്കുഴിയിൽ ആയിരിക്കുന്നു. എൻ്റെ ജീവിതം തളർന്നു പോയിരിക്കുന്നു. അതാണ് ആദ്യത്തെ 2 വരിയുടെ അർത്ഥം. നാവിന്നെഴുന്ന നരകക്കുഴിയിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കരകേറ്റിടേണം. അല്ലയോ ശിവഭഗവാനെ, അങ്ങനെ തളർന്നു പോയ എൻ്റെ ജീവിതത്തെ നീ കരകേറ്റിടണം. അല്ലെങ്കിൽ ഞാൻ തളർന്ന് ജീവിതം ഇല്ലാതെ തന്നെ പോവും. എൻ്റെ നാവാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അതുകൊണ്ട് നാവിന് പറ്റിയ ആ അബദ്ധത്തെ തേച്ചുമായ്ച്ച് നീ എന്നെ കരകേറ്റിടണം എന്നാണ് ആ 2 വരിയുടെ അർത്ഥം. പിന്നെയോ, ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്ന നിൻ മഹിമയാരറിയുന്നു ശംഭോ. അതെ, വിഷ്ണു ഭഗവാൻ പോലും സ്വന്തം കണ്ണ് പറിച്ചെടുത്ത് താമരയിതളാക്കി അങ്ങേക്ക് സമർപ്പിച്ച് കാര്യം നേടിയ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഗോവിന്ദൻ പോലും അങ്ങയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്താൻ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ, എനിക്ക് എല്ലാത്തിനുമായി മാപ്പ് തരണം എന്നായിരുന്നു പത്മനാഭൻ എഴുതിയ ആ 4 വരിയുടെ അർത്ഥം. സാറ് ക്ലാസ്സിൽ വന്നു, അത് വായിച്ചു, പത്മനാഭൻ വായിച്ചു, അർത്ഥം വായിച്ചു. പക്ഷേ സാറിന് അതൊന്നും മനസ്സിലായില്ല. പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പക്ഷേ എല്ലാവർക്കും അപാകതകളും ന്യൂനതകളും ഉണ്ടാവും. എല്ലാവരും അറിയണമെന്നില്ല.
ചിലപ്പോൾ ഒരു കുട്ടി ഒരു അധ്യാപകൻ്റെ അധ്യാപകനാവും, അധ്യാപകൻ കുട്ടിക്കും അധ്യാപകനാവും. കുട്ടിയുടെ അറിവ് ചിലപ്പോൾ അധ്യാപകനിൽ എത്തിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സാറ് ഒരു വിഷമം കൂടാതെ പത്മനാഭനോട് ചോദിച്ചു, ഇത് ആരുടെ കൃതിയാണെന്ന്. പത്മനാഭൻ വളരെ സന്തോഷത്തോടെ വളരെ വിനയത്തോടെ പറഞ്ഞു, സാറേ ഇത് ഗുരുദേവൻ്റെ ഇന്ദ്രിയ വൈരാഗ്യം എന്ന ഒരു കൃതിയിലെ 4 വരികളാണ്. ഗുരുദേവൻ നമുക്കെല്ലാം പല പല ഉപദേശങ്ങളും തരാറുണ്ട്. വെറും ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിൽ 4 വരിയടങ്ങുന്ന ഒരു ശ്ലോകത്തിൽ ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിൽ വിഴുങ്ങി മനസ്സിലാക്കാൻ ഗുരുദേവൻ നമുക്ക് ഒരുപാട് ശ്ലോകങ്ങളും കീർത്തനങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ഉള്ള 4 വരിയാണ് ഞാൻ സാറിന് അർപ്പിച്ചത്. അതായത് വിഷ്ണു ഭഗവാൻ പോലും ശിവനെ, വിഷ്ണുവും ശിവനും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിൽ ദൈവങ്ങളാണ്. വിഷ്ണു എന്ന് പറയുന്നത് 10 അവതാരമെടുത്ത ദൈവമാണ്. ശിവഭഗവാൻ എന്ന് പറയുന്നത് അത് 3 അവതാരങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ അവതാരത്തിൽ ഒരു അവതാരമാണ് ശിവഭഗവാൻ. സ്വന്തം ജീവൻ ത്യജിച്ചും നമ്മെ രക്ഷിക്കാൻ പ്രാപ്തനായ ദൈവം തന്നെയാണ്. അങ്ങനെയുള്ള ആ ദൈവത്തെ വിഷ്ണു ഭഗവാന്റെ കാര്യസാധിക്ക് വേണ്ടി പ്രണമിച്ചിട്ടുണ്ട്. സ്വന്തം കണ്ണു പറിച്ച് നൽകിയിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഈ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം എന്ന് പറയുന്നത് ശിവഭഗവാന്റേതായിരുന്നു. വിഷ്ണുവിന് ആ സുദർശന ചക്രം സ്വന്തമാക്കാൻ വല്ലാത്ത താല്പര്യം തോന്നി. ഒരുപാട് തപസ് ചെയ്തെങ്കിലും അത് സ്വന്തമാക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം ശിവഭഗവാനെ പൂജിക്കാൻ തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ഒരു ദിവസം പൂജയിൽ 1000 താമരപ്പൂവുകൾ കൊണ്ടുവന്ന് ശിവഭഗവാന് അർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അർപ്പിച്ചു. ഒരു ദിവസം പ്രാർത്ഥനയോടെ ഭയങ്കരമായ ആഘോഷങ്ങളോടെ അത് ഭക്തിപുരസരമായി വിഷ്ണു ഭഗവാൻ ശിവന് താമരപ്പൂ അർപ്പിച്ചുകൊണ്ടുള്ള പൂജ നടത്തി. അങ്ങനെ ആ പൂജ നടത്താൻ കൊണ്ടുവന്ന പൂവിൽ ഒരു പൂവ് ശിവഭഗവാൻ മാറ്റിവെച്ചിരുന്നു, വിഷ്ണുവിനെ ഒന്ന് പരീക്ഷിക്കാൻ. ഈ 1000 പൂവും സമർപ്പിക്കുന്നുണ്ട്, അതിൽ ബദ്ധശ്രദ്ധനാണോ എന്നറിയാൻ വേണ്ടി ശിവഭഗവാൻ ഒരു താമരപ്പൂവ് എടുത്തു മാറ്റിവെച്ചു. അത് വിഷ്ണു അറിഞ്ഞതേയില്ല. വിഷ്ണു പ്രാർത്ഥിച്ചു. ഓരോ പൂവും അർപ്പിച്ചർപ്പിച്ച് അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ചൊല്ലി അങ്ങനെ ആ പൂജ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. 999 പൂ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പൂ കണ്ടില്ല. ഒരു പൂ 1000ാമത്തെ തവണ അർപ്പിക്കേണ്ടുന്ന പൂ, വലിയ പ്രാർത്ഥന നടത്തി അർപ്പിക്കേണ്ടുന്ന അവസാനത്തെ പൂവ് കണ്ടില്ല. വിഷ്ണു ഭഗവാൻ ഒട്ടും വ്യാകുലനായില്ല. തൻ്റെ താമരയുടെ ആകൃതിയുള്ള കണ്ണു പറിച്ചെടുത്ത് ശിവഭഗവാന് അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഭക്തിപുരസരം സ്നേഹത്തോടെ എല്ലാ ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ശിവഭഗവാന് ആ പൂ അർപ്പിച്ചപ്പോൾ ശിവഭഗവാൻ കൃതാർത്ഥനായി. വിഷ്ണുവിൻ്റെ പ്രാർത്ഥന ശരിക്കും ആത്മാർത്ഥമാണെന്നും അതുകൊണ്ട് ഞാൻ പ്രീതനാവണമെന്നും ശിവഭഗവാൻ കരുതി ശിവഭഗവാന്റെ സുദർശന ചക്രം വിഷ്ണുവിന് നൽകി എന്നാണ് ഐതിഹ്യം. ആ കഥയും നമ്മുടെ പത്മനാഭൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ സാർ വിഷ്ണുവും പത്മനാഭൻ ശിവനുമൊക്കെയായി എൻ്റെ ക്ലാസ് മാറുകയായിരുന്നു. ആ ഒരു നിമിഷം എല്ലാവരും ചാടി എഴുന്നേറ്റു. നമ്മുടെ കരുണാകരൻ സാർ പത്മനാഭനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുഖമമർത്തിയപ്പോൾ കരുണാകരൻ സാറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുരുതുരാ വന്നു. ആ കണ്ണുനീർ എങ്ങനെ അത് പത്മനാഭൻ്റെ ഷർട്ടിനിടയിലൂടെ പത്മനാഭൻ്റെ മുതുകിൽ നനവ് പറ്റിച്ചു. ആ നനവ് പത്മനാഭന് അറിയുമായിരുന്നു. പത്മനാഭൻ കുതറി മാറി. ശരിക്കും ആ ഒരു നിമിഷം എല്ലാവരും ക്ലാസ്സിൽ എഴുന്നേറ്റു, കൈകൂപ്പി നിന്നു. കാരണം അവിടെ ശിവനും വിഷ്ണുവും സമാഗമം നടത്തുകയാണ് എന്ന് തന്നെ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി. കാരണം പത്മനാഭൻ്റെ ആ വിവരണം അത്രക്കും മനോഹരവും എല്ലാവരിലും ഭക്തിയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുള്ളൊരു ഒരു വിവരണമായിരുന്നു. സാറ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ പത്മനാഭൻ സാറിൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി സാറിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, എൻ്റെ സഹപാഠികൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, നാവിന്
തെറ്റുപറ്റിപ്പോയതാണ്. അതുകൊണ്ട് സാറ് ക്ഷമിക്കണം, പൊറുക്കണം. അവർക്കെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മാപ്പ് നൽകണം. ഇനി ഒരിക്കലും സാറിൻ്റെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സാറിൻ്റെ കാലിൽ പ്രണമിച്ചു. എല്ലാവരും തൊഴുകയോടെ അത് നോക്കി നിന്നു. അങ്ങനെ ഒരു രംഗം എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ കുട്ടികളും അധ്യാപകരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പഴമയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ആർക്കും അങ്ങനെയൊരു അധ്യാപക ബന്ധം ഒരു കുട്ടിക്കും ഇല്ല. ഓരോരുത്തരും അവരവരുടെ ലോകത്തിൽ വിഹരിക്കുകയാണ്. ഈ പത്മനാഭൻ എന്ന് പറയുന്ന കുട്ടി അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വാത്സല്യവും സ്നേഹവും എന്ന് വേണ്ട എല്ലാം, ശിക്ഷയും ലാളനയും എല്ലാം ഏറ്റ് വളർന്ന് അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന ആ സൗന്ദര്യം, ആ സൗഭാഗ്യം അവൻ്റെ അച്ഛനും അമ്മയും അവന് ഉണ്ടാക്കിക്കൊടുത്താണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സൗന്ദര്യം കിട്ടാൻ ഒരു വഴിയുമില്ല. ഒരച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ശിക്ഷിക്കുകയോ പരിലാളിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്കെല്ലാം അവരുടേതായ തിരക്ക് പിടിച്ച ലോകമാണ്. സ്വന്തം മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ഒരു ഉമ്മ വെച്ച് എന്തെങ്കിലും കാര്യം പറയാൻ ഒരച്ഛനും അമ്മയ്ക്കും സമയം ഇല്ല. എന്തുകൊണ്ടോ അവർ അങ്ങനെ ചെയ്യണമെന്ന് മോഹിക്കാറുമില്ല. ഒരു ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്താൽ കുട്ടി അതിലിരുന്ന് കളിക്കും. അതാണ് കുട്ടിയുടെ ലോകം. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളായി ഒരു മക്കൾക്ക് ജന്മം നൽകുന്നുണ്ടെങ്കിൽ അവരെ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തും അടിച്ചും ഇടിച്ചും ശിക്ഷിച്ചും ശാസിച്ചും സ്നേഹിച്ചും പരിലാളിച്ചും, അതേ മലയാള ഭാഷയിൽ ഒരു എന്തെല്ലാം വാക്കുകൾ ഉണ്ടോ അതെല്ലാം അവരെ പഠിപ്പിക്കാനും അവരിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാനും നമ്മൾ സമയാസമയത്ത് മറന്നു പോകരുത്. നമ്മുടെ മക്കൾ പാഴായി പോവുകയാണ്. ശരിക്കും നമ്മുടെ മക്കൾ ഒരു മൂല്യവുമില്ലാതെയാണ് വളരുന്നത്. 70 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ കാണുമ്പോൾ 20 വയസ്സുള്ള കൊച്ചുമകനെ പോലെ പ്രായമുള്ള അവനെ പീഡിപ്പിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നാണിക്കണം, ലജ്ജിക്കണം. ശരിക്കും അവർക്ക് എൻ്റെ മുത്തശ്ശിയാവാനുള്ള പ്രായമുണ്ട് എന്ന ബോധം അവനിൽ എന്തുകൊണ്ട് ഇല്ലാതാവുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അത് ആലോചിച്ച് തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം പാഴായി കഴിഞ്ഞു. ഇനി അവർ നൽകുന്ന കുട്ടികൾ എങ്ങനെ വളരുമെന്ന് നമ്മളെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ലോകം വല്ലാതങ്ങ് പോയിരിക്കുന്നു. എൻ്റെ ക്ലാസ്സിലെ ഈ പത്മനാഭനെ പോലെ എല്ലാവരും വളരണം എന്ന് ഒരു മോഹം എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്. കാരണം അവൻ അത്രയ്ക്കും നല്ല കുട്ടിയായിരുന്നു. ശരിക്കും അവൻ്റേതായ ശരീരത്തിലെ ഓരോ രോമകൂപവും അവൻ്റെ അച്ഛനും അമ്മയും നൽകിയ സ്നേഹം, വാത്സല്യം, പരിലാളന ഇവയിലൂടെ തന്നെ വളർന്നതാണ്. അവൻ പറയുന്ന ആ വാക്കുകൾക്ക് വല്ലാത്തൊരു പരിലാളിത്യം ഉണ്ടായിരുന്നു. അവനെ ഒരിക്കൽ കണ്ടാൽ ആരും മറക്കില്ല. ആ പത്മനാഭൻ ആ ഗുരുവിൻ്റെ, നമ്മുടെ കരുണാകരൻ സാറിൻ്റെ ദേഷ്യം മാറ്റി കരുണാകരൻ സാറ് വല്ലാതങ്ങ് അവൻ്റെ മുമ്പിൽ തലതാഴ്ത്തിപ്പോയി. കാരണം ഗുരുദേവൻ്റെ ആ 4 വരി അവൻ പറഞ്ഞപ്പോൾ സാറിന് അറിയുമായിരുന്നില്ല. പക്ഷേ അത് സാറിൻ്റെ ആരുടെയും തെറ്റല്ല. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാൻ പറ്റുകയില്ല. പക്ഷേ അറിയുന്നത് എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം എന്ന് കരുണാകരൻ സാറിനെ പത്മനാഭൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അതേ, ഒരു തൻ്റെ വിദ്യാർത്ഥിയിലൂടെ സാറ് ഒരു നല്ല പാഠം പഠിച്ചു. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാൻ പറ്റില്ല. നമ്മളെല്ലാവരും പ്രബുദ്ധരാകണം. ഓരോന്നും അറിയുന്നവൻ അറിയാത്തവന് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് അത് ഓരോരുത്തരിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, പ്രിയമുള്ള അച്ഛനമ്മമാർ എല്ലാവരും അവരവരുടെ കുട്ടികളെ അവരവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ജീവിതം പ്രദാനം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണമെന്ന ഒരപേക്ഷയോടെ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും പുതിയ ലോകത്തിൻ്റെ വ്യഗ്രതയിലേക്ക് ഓടുന്നവരാണ്. ആർക്കും നല്ല കാര്യങ്ങൾ കേൾക്കാനോ അത് ആസ്വദിക്കാനോ അത് പഠിക്കാനോ ഉള്ള സന്മനസ്സോ ഒന്നും ഇല്ല. അത് അവരുടെ കുറ്റമല്ല.
ആ കുട്ടികളുടെ കുറ്റം ആവുകയില്ല. അവരെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനമ്മയുടെ കടമ തന്നെയാണ്. അധ്യാപകർക്ക് എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ മക്കളെ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ എപ്പോഴും സന്നദ്ധരാവണം. അതിന് കടപ്പെട്ടവരാണ് നമ്മൾ എന്ന് നമ്മൾ മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.